കക്ഷിയായി കോടതിയിൽ എത്തുന്ന എല്ലാ കേസുകളും തോറ്റുകൊണ്ടിരിക്കുക. എങ്ങനെ തോക്കാം എന്നുള്ളതിനെ കുറിച്ച് സർക്കാർ ചെലവിൽ തോറ്റുകൊടുക്കുക. കോൺഗ്രസും ബാർ ഉടമകളുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയ ഒരു കരാർ, അവർ നൽകിയ പണത്തിന്റെ ഉപകാര സ്മരണയാണ് ഇന്ന് ഈ ഗതികേടിൽ ഈ നാടിനെ കൊണ്ടുവന്നെത്തിച്ചത്. അതാണ് എന്റെ ആശയം. പുള്ളി പാവമാണ്. പുള്ളി ഹിന്ദി സിനിമയിലെ വിജനെ പോലെയാണ്. സത്യത്തിൽ വലിയ അഹങ്കാരമോ കൊമ്പൻ മീശയോ ഒന്നുമില്ല. വരവൊക്കെ കണ്ടാൽ ഹിന്ദി സിനിമയിൽ എങ്ങനെയാണ് സുമുഖനായ വിജൻ. അവസാനമാണ് ഈ കൊലപാതകം ചെയ്തത്. ആ നിലയിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു കളി എന്ന് പറയുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലി എനിക്കത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. നേതാവുമാണ്. ഞങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ട്. അതെ, സുഹൃത്തുക്കളാണ്. പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന AK ആന്റണിയുടെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹവും പ്രവർത്തിച്ചു. സുധീരനും അങ്ങനെയാണ്. സുധീരന്റെയും നടപ്പും ഒക്കെ ആ സംസാരവും ഒക്കെ കേട്ടാലുണ്ടല്ലോ, അത് നമ്മൾ ഇത്രയും അദ്ദേഹമാണ് ഈ നാടിനെ രക്ഷിക്കാൻ. ഗാന്ധിജിയൊക്കെ എന്താ പുള്ളിയുടെ മുമ്പിൽ നമുക്ക് തോന്നിപ്പോ. പിന്നെ അതിന്റെ ചില അഡ്ജസ്റ്റ്മെന്റുകളും കളികളും അതായത് ഇവരാരും വെള്ളമടിക്കുമെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. അത് പറയുമ്പോൾ എന്നോട് തൊടുപുഴയിൽ നിന്നാണ് പത്രക്കാരൻ ഇതുപോലെ ഒരു സമ്മേളനത്തിൽ ചോദിച്ചു, മന്ത്രിമാരെ എത്ര പേര് കഴിക്കും? ഞാൻ പറഞ്ഞിട്ട് കഴിക്കുന്നവർ പലരും ഉണ്ടാവും, ഇതിനു വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ, അവർക്ക് 1ാം സ്ഥാനം കൊടുക്കുക. പിന്നെ എത്ര പേരെന്നുള്ളത് കൃത്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ചാൽ അത് നിങ്ങൾക്ക് ഗണിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ട്. ചിലർ രാവിലെ അടിക്കുന്നവരുണ്ട് എന്നുള്ളൊരു തോന്നൽ. ചില വകുപ്പ്, ഇപ്പൊ ചില തൊഴിൽ വകുപ്പ് പോലെയുള്ളവർ കൈകാര്യം ചെയ്യുന്നത് ഇതൊരു തൊഴിലാക്കി. ഞാൻ പറഞ്ഞത് അത് ഇന്ന മന്ത്രി എന്നുള്ളതല്ല. ഓരോ മന്ത്രിമാരുടെയും വകുപ്പ് അനുസരിച്ച് അവർ വർത്തമാനം പറയുന്നവർ. ഈ കേസുകള് തോറ്റു കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇതെല്ലാം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് പിന്നെ നമ്മൾ രാജിവെക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് അപമാനം സഹിച്ചു ഞാൻ ഈ മന്ത്രി കസേര സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ വചനമൊക്കെ കേട്ടാലുണ്ടല്ലോ, പക്ഷെ അത്രയ്ക്കോ ഒരു മഹാന്മാർ പറയുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പോ തൃശ്ശൂരുണ്ടെന്ന് കേട്ടോ, എവിടെയോ പട്ടയം കൊടുക്കാനായിട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. ആവശ്യമുള്ള കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും അതിനൊക്കെ ആയിട്ട് വന്ന് ചാടിയിട്ട് എല്ലായിടത്തും പോകും കേട്ടോ. ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. ഇന്നിവിടെയാണെങ്കിൽ നാളെ അങ്ങനെ ഇതുപോലെ ഓടാൻ വേഗതയാണ് ഒരു മുഖ്യമന്ത്രിയുടെ കഴിവിന്റെ മാനദണ്ഡം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെയാണ് PT ഉഷ മുഖ്യമന്ത്രിയാണ്. എനിക്കറിയാൻ വരാണ്ട് ചോദിക്കുക. വേഗതയാണ്, സ്പീഡിലാണ്. ഓട്ടത്തോളം ഓട്ടം വരാൻ കാര്യം നമ്മൾ പറഞ്ഞാലും മനസ്സിലായില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞാൽ കാര്യങ്ങൾ പിടികിട്ടണമെങ്കിൽ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞാൽ അതിനേക്കാൾ കഥയായിട്ട് പിടിക്കും. അപ്പൊ ആ നിലയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു മുഖ്യമന്ത്രിയും തൂർത്തും അഴിമതി. ഇപ്പൊ മാണിസാറ് പറയുന്ന ഖജനാവിൽ ഒന്നുമില്ല. എന്താ കാര്യം? മദ്യമല്ല അതിന് കാരണം. നമ്മ എന്താ കാരണം എന്ന് പറ. ഈ മന്ത്രിമാരുടെ അഴിമതി +2 പേരിൽ അല്ലാതെ കോൺഗ്രസ് മറുപടി പറയോ? KPCC എന്ന് പറഞ്ഞാൽ തന്നെ കേരള +2 കറപ്ഷൻ കമ്മിറ്റി എന്ന് പറയേണ്ടതായ അവസ്ഥയിലാണെന്ന് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നത്. ആ നിലയിൽ കോൺഗ്രസിനെ കൊണ്ട് എത്തിച്ചില്ലേ? എന്നിട്ട് ഒരു കുഴപ്പമില്ല, +2 ഒരു കുറ്റമില്ല. എന്നിട്ട് കോടതി എന്താ പറഞ്ഞത്? ഓരോ കേസിലും പറഞ്ഞിട്ട് ടൈറ്റാനിയം, അയ്യോ പാവപ്പെട്ട തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ആ രാമേന്ദ്രൻ നായരുടെ ആ കരച്ചിൽ കണ്ടാൽ മതി. ഒന്ന് ആലോചിച്ച് ഇതുപോലെ പൊട്ടിക്കരയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോൾ പോലും ഇതുപോലെ കരഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത്ര കരച്ചിലായിരുന്നു അദ്ദേഹം നടത്തിയത്. അതിന്റെയൊക്കെ ഫലം, ആ കണ്ണീരിന്റെയൊക്കെ ഫലം അനുഭവിക്കാതെ പോവുകയില്ല. പിന്നെ അതിന്റെ അകത്തൊക്കെ ചില കളകളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ചില അവരുണ്ടല്ലോ, മുസ്ലിം ലീഗുകാർക്കാണ് എല്ലാ പച്ചയാണ്ട്. നമ്മൾ കാച്ചിമോരി കഴിച്ചാൽ അവർ പച്ചമോരി കഴിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ചൂടുവെള്ളം കുടിച്ചാൽ അവർ പച്ചവെള്ളം കുടിക്കുള്ളൂ. നമ്മൾ ജനഗണമന പാടിയാൽ അവർ പച്ചമാങ്ങ എന്നുള്ള പാട്ടേ പാടുള്ളൂ. അതെ, അത് അവരുടെ ഒരു സ്റ്റൈലാണ്. അതിന് അവര് കുറ്റം പറയുന്നില്ല. ഹരിതാന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ബാറിന് സുധീറിന്റെ കൂടെ നിന്ന് വലിയ ആദർശം പറഞ്ഞ ആളാണ് ഈ സതീശൻ. ഇപ്പം ബാറുകാരുടെ കൂടെ നടക്കുക. വി ഡി സതീശൻ ബാറിന് അനുകൂലമായിട്ടാണല്ലേ സംസാരിച്ചത്. അങ്ങനെ ഓരോരുത്തരും ഷാനി മോൾ ഉസ്മാനെ സുധീറിന് അവസാനം ഷാനി സ്മോൾ ഉസ്മാൻ ആക്കിയില്ലേ. അതൊക്കെ അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓർത്തിരിക്കാനും പൊട്ടിച്ചിരിക്കാനും കഴിയുന്ന കോമഡി എക്സ്പ്രസ് പോലെയാണ് ഈ ഗവൺമെന്റ്.